നെറ്റ് കറണ്ട് അസറ്റ് മെത്തേഡ് പ്രകാരം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ പ്രോബ്ലം. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രൊജക്റ്റഡ് സെയിൽസ് 1 lakh യൂണിറ്റ്സ്, സെല്ലിംഗ് പ്രൈസ് 8 per unit. അതായത് നമ്മൾ ആ വർഷത്തെ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റ് 8 രൂപ വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25%. ഇതാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മളൊരു നോട്ട് എഴുതി. പ്രോഫിറ്റ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതായത് ആ കമ്പനി പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എന്തുണ്ട്, 75% പ്രോഫിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് 8 രൂപ ഒരു യൂണിറ്റിന് 8 രൂപ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ 8 rupeesലെ 25% എന്താണ്, പ്രോഫിറ്റ് ആണ്. ബാക്കിയുള്ള 75% എന്തായിട്ട് വരുന്നുണ്ടാവുള്ളൂ, കോസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ എമൗണ്ട് വെച്ചിട്ട് ഏതൊക്കെ ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് അതിൻ്റെ 75% നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ, 25% ഒഴിവാക്കണം. ദെൻ ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു കസ്റ്റമർ, നമ്മൾ ഡെപ്റ്റേഴ്സിന് അലൗ ചെയ്യുന്ന ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 8 weeks ആണ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഹോൾഡിംഗ് പീരീഡ് 8 weeks. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലയർ, നമുക്ക് സപ്ലയർ അലൗ ചെയ്തിരുന്ന ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 4 weeks ആണ്. അതായത് നമുക്ക് സപ്ലയർ ഇത്ര നാളത്തെ എന്താണ് ക്രെഡിറ്റ് പീരീഡ് ഇത്ര നാൾ കഴിഞ്ഞിട്ട് കാശ് തന്നമ്മ എന്ന് പറയും. അങ്ങനെ തന്നെ പീരീഡ് എന്ന് പറയുന്നത് 4 weeks ആണ്. ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ്, അതായത് ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ 12 weeks അത് റോ മെറ്റീരിയൽ ആയിട്ട് കിടക്കും. അതിനുള്ളിൽ നമ്മൾ എന്തായിട്ട് മാറ്റിയിട്ടുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഓരോ പ്രൊഫോമ പഠിച്ചു. അപ്പോൾ അതിലെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ അപ്പോൾ ഉപയോഗിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് ആണ് 8 weeks. ക്രെഡിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് ആണ് 4 weeks. റോ മെറ്റീരിയലിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഹോൾഡിംഗ് പീരീഡ് ആണ് 12 weeks. ദെൻ 10% ഫോർ കണ്ടീജൻസി. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് വേരിയേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു 10% കണ്ടീജൻസി മൂലം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് പ്രൊഫോമ പ്രകാരം ഇതിൻ്റെ ആൻസർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആ പ്രൊഫോമ പ്രകാരം ചെയ്യാം. പ്രൊഫോമ വരയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആദ്യം എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗേഴ്സ് ഐറ്റംസ് മാത്രം എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാനൊന്ന് സീറോസ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഐറ്റംസ് തന്നിരിക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ക്യാഷാണ്. ക്യാഷിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ എഴുതാണ്ടിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 0 എന്ന് എഴുതാം. അപ്പോൾ പിന്നെ തെറ്റില്ല. പ്രൊഫോമ പ്രകാരം എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ പിന്നെ തെറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് എഴുതാണ്ട് നോക്കാം. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 0 എഴുതി. പിന്നെ അടുത്ത തവണ എന്താ പഠിച്ചിരിക്കുന്നത്, ഡെപ്റ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡെപ്റ്റേഴ്സിന് നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്, ആകെയുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അവർക്ക് അലൗ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് 8 weeks ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഇൻഫർമേഷന് ഡെപ്റ്റേഴ്സിനെ കുറിച്ച് തന്നിട്ടുള്ളൂ. അങ്ങനെയേ തരുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ അത്രയ്ക്ക് ഇൻഫർമേഷൻ തന്നെ തരുള്ളൂ, കൂടുതലൊന്നും തരില്ല. ഡെപ്റ്റേഴ്സ് കൃത്യം എക്സാക്ട് ഇത്ര എമൗണ്ട് ഒന്നും പറയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സിന് നമ്മൾ അലൗ ചെയ്യുന്നത് എത്ര ആഴ്ചയാണ്, 8 ആഴ്ചയാണ് നമ്മൾ അലൗ ചെയ്യുന്നത്. ഓക്കെ, ഡെപ്റ്റേഴ്സിന് നമ്മൾ എന്താവും ചെയ്തിട്ടുണ്ടാവുക, സെയിൽസ് ആണ് നടത്തിയിട്ടുണ്ടാവുക അല്ലേ. നമ്മൾ കച്ചവടം നടത്തുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുക. അത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ മാത്രമേ ഡെപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ക്രെഡിറ്റ് സെയിൽ ഫുള്ള് ക്രെഡിറ്റ് സെയിൽ ആണെന്നോ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ക്രെഡിറ്റ് സെയിൽ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, അവിടെ നടന്നിരിക്കുന്ന സെയിൽസ് മുഴുവൻ എന്താണ്, ക്രെഡിറ്റ് സെയിലാണ്. കാരണം എന്തായാലും ഡെപ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവർക്ക് 8 ആഴ്ചയാണ് അലൗ ചെയ്തിരിക്കുന്നത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കാര്യം ഉറപ്പാണ്, ഡെപ്റ്റേഴ്സ് ഉള്ള കാര്യം ഷുവറാണ്. പക്ഷേ ക്യാഷ് സെയിൽ എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ബിസിനസ്സിൽ നടത്തിയ 8 lakhs rupees ഫുള്ളും എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും, ക്രെഡിറ്റ് സെയിലാണ് അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ആ 8 lakhsൽ എന്ത് എലമെൻ്റ് ഉണ്ട്, പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താണ്, നമ്മൾ ഏത് ഡെപ്റ്റേഴ്സ് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എമൗണ്ട് അറ്റ് കോസ്റ്റ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ആകെയുള്ള ഓരോരു ഫിഗർ എന്താണ്, സെയിൽസ് ആണ്.
ക്രെഡിറ്റ് സെയിലിനെ കുറിച്ചിട്ടോ ക്യാഷ് സെയിലിനെ കുറിച്ചിട്ടോ ഒന്നും പറയാത്തത് കൊണ്ട് മൊത്തം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തു? ക്രെഡിറ്റ് സെയിലാണ് ട്രീറ്റ് ചെയ്തു. ദെൻ അത് നമ്മൾ പ്രോഫിറ്റിലാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കണം. അപ്പോൾ 8 lakhsന്റെ എത്രയാണ് നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ്? 25% ആണ്. 8 lakhsന്റെ 75% എന്തായിട്ട് വരുള്ളൂ? കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. 25% പ്രോഫിറ്റ് ആണെങ്കിൽ 100 - 25 75% എന്തായിട്ട് വരുള്ളൂ? കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് എഴുതി ബ്രാക്കറ്റിൽ എഴുതാം. എത്രയാണ് സെയിൽസ് യൂണിറ്റ്? 1 lakh ഇൻറ്റു SP8 ഇൻറ്റു കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 75% ഇൻറ്റു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ്, ഇപ്പം ഞാനൊരു ഡെപ്റ്റർ ആണെങ്കിൽ ആ ഒരു കൊല്ലം മുഴുവൻ ഞാൻ ഡെപ്റ്ററായിട്ട് ഇരിക്കില്ല. ഇപ്പം ഞാൻ ഇന്ന് നവംബർ 11 ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങി. ഞാൻ എത്ര നാൾ അവരുടെ ഡെപ്റ്ററായിട്ട് ഇരിക്കുള്ളൂ? അവരുടെ ക്രെഡിറ്റ് പീരീഡ് എത്രയാണ്? 8 ആഴ്ച. 8 ആഴ്ച എന്ന് വെച്ചാൽ 2 മാസം. അപ്പം ഞാൻ ഡിസംബർ 11 ഞാൻ എൻ്റെ പേര് ഡെപ്റ്റേഴ്സ് എന്ന അക്കൗണ്ടിൽ നിന്ന് മാറിപ്പോയി. കാരണം ഞാൻ ജനുവരി 11 നിർബന്ധമായിട്ട് ഞാൻ എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുത്തിരിക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് പിന്നെ ഇതിൽ വരില്ല, ഡെപ്റ്റർ എന്ന പേരിൽ വരില്ല. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഞാൻ എത്ര നാളാ ഡെപ്റ്റർ എന്ന പേരിലായ അക്കൗണ്ടിൽ കൊടുക്കുള്ളൂ? 8 ആഴ്ചയെ കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കാണണം. ഓക്കെ, മൊത്തം സെയിൽസ് ആണ്, മൊത്തം ഒരു കൊല്ലത്തെ മൊത്തം ഡെപ്റ്റേഴ്സ് ആണ് 8 lakhsന്റെ 75% എന്ന് പറയുന്നത്. ഒരാൾ ആ ഒരു കൊല്ലം മുഴുവൻ ഡെപ്റ്ററായിട്ട് കൊടുക്കില്ല, അയാൾ 8 ആഴ്ചയെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തേണ്ടത്. 1 lakh ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ആയ 8 ഇൻറ്റു കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 75% ഇൻറ്റു ഡെപ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ്. ഏതൊരു ഐറ്റം കാണുമ്പോഴും അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കൺസിഡർ ചെയ്യണം. അതങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇത് പിന്നെ നമ്മൾ ഇനി അടുത്തൊക്കെ പറയാൻ പോകുന്നത് ഏതിൻ്റെ ആയാലും അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. കാരണം ഒരിക്കലും ഒരു ഐറ്റം ഫുൾ ഇയറിൽ കെടുക്കില്ല. ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് 8 ആഴ്ച കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ക്യാഷ് ആയിട്ട് മാറി. അപ്പോൾ വേറെ ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ടോ? ആ ഡെപ്റ്റേഴ്സും 8 ആഴ്ച കഴിയുമ്പോൾ ക്യാഷ് ആയിട്ട് മാറും. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക്കും. അപ്പോൾ ഏതൊരു ഐറ്റം കണ്ടുപിടിക്കായാലും അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 8 weeks ആണ്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു കസ്റ്റമർ ഈസ് 8%. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 lakh ഇൻറ്റു 8 ഇൻറ്റു 75% ഇൻറ്റു 8 ഒരു കൊല്ലത്തിൽ എത്ര ആഴ്ചയുണ്ട്? 52 weeks ആണുള്ളത്. 8/52 അതാണ് നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. എത്ര വരും? 92,508 ആണ് അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കിട്ടി. അടുത്ത എന്താണ്? സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? റോ മെറ്റീരിയൽ ആണ്. അതാണ് സാധാരണ സ്റ്റോക്കിൻ്റെ ഒരു റോ മെറ്റീരിയൽ. ഈ ക്വസ്റ്റ്യനിൽ റോ മെറ്റീരിയലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആകെയുള്ള ഒരു ഇൻഫർമേഷൻ എന്ത് മാത്രമുള്ളൂ? സെയിൽസും സെയിൽസിൻ്റെ സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്കിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞേക്കുന്നത് ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് 12 weeks എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഇൻഫർമേഷനും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേറെ ഒരു സ്ഥലത്തുനിന്ന് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ സെയിൽസിൻ്റെ എമൗണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്കിന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് ഇത്ര രൂപ വർത്തുള്ള റോ മെറ്റീരിയൽ വാങ്ങി എന്ന് പറയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ സെയിൽസ് തന്നെയാണ് എന്തായിട്ട് എടുക്കുക? സ്റ്റോക്കിൻ്റെ ബേസ് ആയിട്ടും എടുക്കാം. അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മിസ്റ്റേക്ക് അല്ല. നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ സെപ്പറേറ്റ് തന്നി കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി വന്നോളൂ. സ്റ്റോക്കിൻ്റെ വാല്യൂ സെപ്പറേറ്റ് തന്നിട്ടില്ലെങ്കിൽ എന്തുതന്നെയാണ്? സെയിൽസിൻ്റെ വാല്യൂ തന്നെയാണ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും എടുക്കുക. അപ്പോൾ നമ്മൾ സെയിൽസിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അറ്റ് കോസ്റ്റ് എടുക്കാനായിട്ട് പാടുള്ള, പ്രോഫിറ്റ് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ സ്റ്റോക്ക് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ എഴുതുക. സെയിൽസിൻ്റെ വാല്യൂ എത്രയാണ്? 1 lakh ഇൻറ്റു 8 ഇൻറ്റു അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 75% ഇൻറ്റു സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? 12 weeks ആണ്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 52. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? സ്റ്റോക്ക് ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് സെയിൽസിൻ്റെ വാല്യൂ തന്നെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് എടുത്തു. 1 lakh ഇൻറ്റു 8 ഇൻറ്റു 75% ഇൻറ്റു അവരുടെ ഹോൾഡിംഗ് പീരീഡ്. അപ്പം നമുക്ക് 1,58,462 കിട്ടി.
ദെൻ അടുത്ത എന്താണ് അഡ്വാൻസ് പേയ്മെന്റ് ഇഫ് എനി ആണ്. ക്വസ്റ്റ്യനിൽ അഡ്വാൻസ് പേയ്മെന്റിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട, 0 എഴുതാം. ഓക്കെ, അങ്ങനെ ഇങ്ങനെ 4 ഐറ്റംസ് ആണ് വരിക. ടോട്ടൽ ചെയ്യുക. അപ്പം നമുക്ക് 2,30,770 ആണ് നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇതിനടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വാങ്ങിയ സ്റ്റോക്കിന്റെ എമൗണ്ട് അല്ലേ? അതായത് നമ്മൾ നേരത്തെ സ്റ്റോക്ക് കൺസിഡർ ചെയ്തില്ലേ, അത് ആരിൽ നിന്നാണ് വാങ്ങിയത് അതാണ് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റോക്കിനെ ഏതാ ബേസ് ആയിട്ട് എടുത്തത്? സെയിൽസ് തന്നെയാണ് ബേസ് ആയിട്ട് എടുത്തത്, വേറെ ഒന്നും പറയാത്തത് കൊണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് വാങ്ങിയത് ആരിൽ നിന്നാണ് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരുടെ കാൽക്കുലേഷൻ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്ത് തന്നെയാണ്? ഈ സെയിൽസിന്റെ എമൗണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ സ്റ്റോക്ക് സെപ്പറേറ്റ് തന്നിട്ടിരുന്നു എങ്കിൽ അവിടെ അത് എടുക്കാം, അതുപോലെ ക്രെഡിറ്റേഴ്സിനും ഇവിടെ എടുക്കാമായിരുന്നു. ക്വസ്റ്റ്യനിലെ സ്റ്റോക്കിന്റെ എമൗണ്ടിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് കറണ്ട് അസറ്റിന്റെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും കറണ്ട് ലയബിലിറ്റീസിന്റെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് ഏതോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സെയിൽസിന്റെ എമൗണ്ടേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് കണ്ടുപിടിക്കാം. 1 lakh into 8 into അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞോണം, എവിടെയൊക്കെ സെയിൽസിന്റെ വാല്യൂ ഉപയോഗിക്കുന്നുണ്ട് അവിടെയൊക്കെ അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെയിൽസിന്റെ വാല്യൂ ആണ്. അപ്പൊ അതിനെ അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 75% ഇൻറ്റു ക്രെഡിറ്റേഴ്സിന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലയർ ഇസ് ഈക്വൽ ടു 4 weeks. സപ്ലയർ തന്നെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്, 4 weeks ആണ്. അപ്പൊ ഇൻറ്റു 4/52. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 46,154 കിട്ടി. മനസ്സിലായില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 0 എഴുതാം. ഇനി മെയിൻ ടാസ്ക് കഴിഞ്ഞു, മെയിൻ പണി കഴിഞ്ഞു. 0 എഴുതാം. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റി നമുക്ക് എത്ര കിട്ടും? 46,154 കിട്ടും. അപ്പൊ നമ്മൾ എയും കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? A - B കണ്ടുപിടിക്കണം. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2,30,770 നിന്ന് കറണ്ട് ലയബിലിറ്റി ആയ 46,154 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 1,84,616 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഫോമ പ്രകാരം പ്രൊവിഷൻ കണ്ടീജൻസി ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി എത്രയാണ്? 10% ആണ് തന്നിരിക്കുന്നത്. എന്തിന്റെ 10%? നമ്മളിപ്പോൾ ലെസ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് ഇല്ലേ, എയിൽ നിന്ന് ബി ലെസ് ചെയ്ത് കിട്ടിയ എമൗണ്ടിന്റെ 10%. അതായത് എയിൽ നിന്ന് ബി ലെസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,84,616 കിട്ടി. അതിന്റെ 10% കണ്ടുപിടിക്കുക. അതാണ് 10%. അല്ലാണ്ട് സെയിൽസിന്റെ ഒന്നും അല്ലാണ്ട് 10% കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിന്റെ 10% കണ്ടുപിടിക്കുക. അപ്പൊ 1,84,616ന്റെ 10% നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18,462 ആണ് അതിന്റെ പ്രൊവിഷൻ ആയിട്ട് കിട്ടുക. അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് ആയ 1,84,616 കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഈ 18,462 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 2,03,078 ആണ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കൊല്ലം ആ കമ്പനി റൺ ചെയ്യാനായിട്ട് അവര് 2,03,078 റുപ്പീസ് എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ആ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം പ്രൊഫോമ പഠിക്കുക. ഓരോന്നിന്റെയും അണ്ടറിൽ പറഞ്ഞ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് അത് മാത്രം നമ്മൾ നോക്കുക. എല്ലാത്തിൻ്റെയും ഹോൾഡിംഗ് പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്റ്റോക്കിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സെയിൽസ് തന്നെ അതിന്റെ കാൽക്കുലേഷന് ബേസ് ആയിട്ട് എടുക്കുക. അപ്പൊ അത് തന്നെ ക്രെഡിറ്റേഴ്സിന്റെ കാൽക്കുലേഷന് ബേസ് ആയിട്ട് എടുക്കുക. സെയിൽസ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിനും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം അതുപോലത്തെ തന്നെ ഒരു പ്രോബ്ലം തന്നെയാണ്. പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ആനുവൽ 65 lakhs. Percentage of net profit on sales 25%. Average credit period allowed to customers 10 weeks. Average credit allowed by supplier 4 weeks. Average stock holding period 8 weeks. 10% for contingency. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഈ പ്രോബ്ലം നമ്മൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
നേരത്തെ എന്തുണ്ടായിരുന്നു, സെയിൽസ് യൂണിറ്റ്സിൽ തന്നു, ദെൻ സെപ്പറേറ്റ് ആയിട്ട് സെല്ലിംഗ് പ്രൈസും തന്നു. ഓക്കെ, അതല്ലേ നേരത്തെ പ്രോബ്ലം ഒന്ന് നോക്കി നോക്കിയാൽ. പ്രൊജക്റ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1 lakh യൂണിറ്റ്സ് തന്നു, ഒരു യൂണിറ്റിന് 8 രൂപ വെച്ചിട്ടാണ് സെല്ലിംഗ് പ്രൈസ് എന്നും തന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ 1 lakhനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സെയിൽസ് റുപ്പീസിലാണ് നേരിട്ട് തന്നിരിക്കുകയാണ്. നേരത്തെ പോലെ യൂണിറ്റും സെയിൽസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും സെപ്പറേറ്റ് തന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തോണം യൂണിറ്റിനെ SP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കി കിട്ടി. ജസ്റ്റ് എന്തിട്ടാൽ മതി, 65 lakhs തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. അതാണ് ഒരു പ്രത്യേകത. വേറെ ഒരു പ്രത്യേകതയില്ല. നമ്മൾ നേരത്തെ പ്രോബ്ലം തന്നെ അതേ പ്രോബ്ലം തന്നെയാണ്. പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സെയിൽസ് ആയ 65 lakhsലെ 25% എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആണ്. നമ്മളത് എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ് എലമെൻറ്റ് നമ്മൾ ലെസ് ചെയ്യണം. അതായത് 65 lakhsൻ്റെ 25% ലെസ് ചെയ്യണം. 25% ലെസ് ചെയ്താൽ ബാക്കി എത്രയുണ്ട്, 75% ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അത് നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ വേറെ എമൗണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് സ്റ്റോക്ക് കണ്ടുപിടിക്കാനും ഇതേ ഫിഗർ തന്നെയാണ് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്കിൻ്റെ എമൗണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സെയിൽസിൻ്റെ എമൗണ്ട് തന്നെയാണ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് എന്തൊഴിവാക്കണം, പ്രോഫിറ്റ് ഒഴിവാക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നേരത്തെ പോലെ തന്നെ പ്രൊഫോമ വരയ്ക്കുക. എന്ന് എഴുതാം, 2 കോളംസ് പ്രൊവൈഡ് ചെയ്യുക, പെർട്ടിക്കുലറും എമൗണ്ടും. ദെൻ പെർട്ടിക്കുലറിൽ ആദ്യം എന്ന് എഴുതുക, കറണ്ട് അസറ്റ്സ് 1 എഴുതിയിട്ട് ക്യാഷിന് എഴുതുക. ക്യാഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ 0 എഴുതിയാൽ മതി. ദെൻ 2 ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഡെപ്റ്റേഴ്സ് ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് തന്നിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ ഡെപ്റ്റേഴ്സിന് അലൗ ചെയ്ത ക്രെഡിറ്റ് പീരീഡ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്, കസ്റ്റമേഴ്സ് തന്നെയാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ അലൗ ചെയ്ത ക്രെഡിറ്റ് പീരീഡ് എന്ന് വന്നിരിക്കുന്നത് 10 weeks ആണ്. ദെൻ ഏതാണ് എമൗണ്ട്, 65 lakhs ആണ് എമൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിറ്റ്സും സെല്ലിംഗ് പ്രൈസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. 65 lakhs ഇൻറ്റു എന്തൊഴിവാക്കണം, സെയിൽസ് എമൗണ്ടിൽ നിന്ന് എന്ത് ഫിഗറും സെയിൽസിൻ്റെ മുകളിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒഴിവാക്കി കോസ്റ്റ് എമൗണ്ട് മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ 65 lakhs ഇൻറ്റു 75% ഇൻറ്റു എത്രയാണ് നമ്മൾ അലൗ ചെയ്ത പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 weeks ആണ്. അപ്പോൾ 10/52, 65 lakhs ഇൻറ്റു 75%, അതാണ് കോസ്റ്റ് എലമെൻറ്റ്. ദെൻ അതിന് ഹോൾഡിംഗ് പീരീഡിന് മൾട്ടിപ്ലൈ ചെയ്യുക, 10/52. അപ്പോൾ നമുക്ക് 9,37,500 കിട്ടി. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കിട്ടി. അടുത്ത എന്താണ്, സ്റ്റോക്കിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണം, സ്റ്റോക്കിൻ്റെ എമൗണ്ട് റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തരാത്തത് കൊണ്ട് ആ എമൗണ്ട് തന്നെയാണ് ഡെപ്റ്റേഴ്സിൻ്റെ സെയിൽസിൻ്റെ അതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ ഇനി കറണ്ട് ലൈബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, 65 lakhs ഇൻറ്റു സെയിൽസ് എമൗണ്ട് അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം, 75% ഇൻറ്റു സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്, 8 weeks ആണ്. അപ്പോൾ 8/52. 52 എന്താണെന്ന് മനസ്സിലായില്ലേ, ഒരു കൊല്ലത്തിൽ മൊത്തം 52 ആഴ്ചയാണുള്ളത്. അതിൽ 8 ആഴ്ചയാണ് സ്റ്റോക്ക് കെട്ടിക്കെടുക്കണുള്ളൂ. അപ്പോൾ 8/52. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 7,50,000 കിട്ടി. ഓക്കെ, ദെൻ അഡ്വാൻസ്, 4th one ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇഫ് എനി. ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, അപ്പോൾ 0 എഴുതുക. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ്സിലാകെ 2 ആഡ് ചെയ്യാനുള്ളൂ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16,87,500 ആണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടിയത്. 16,87,500. ഓക്കെ, കറണ്ട് അസറ്റ് കഴിഞ്ഞു. ദെൻ ബി എന്താണ്, കറണ്ട് ലൈബിലിറ്റീസ് എന്ന് എഴുതുക. നമ്മുടെ പ്രൊഫോമ പ്രകാരമുള്ള ആദ്യത്തെ കറണ്ട് ലൈബിലിറ്റി എന്താണ്, ക്രെഡിറ്റേഴ്സ് ആണ്.
നേരത്തെ പറഞ്ഞ ക്രെഡിറ്റേഴ്സിന് നമ്മൾ സെയിൽസിൻ്റെ എമൗണ്ട് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ 65 lakhs ഇൻറ്റു 75% ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? 4 weeks ആണ്. അപ്പോൾ 4/52 65 lakhs ഇൻറ്റു 75% ഇൻറ്റു അപ്പോൾ നമ്മൾ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കുക. ക്രെഡിറ്റ് അലൗഡ് ടു സപ്ലയേഴ്സ് എത്രയാണ്? 4 weeks ആണ്. ഇൻറ്റു 4/52 എത്രയാണ്? 3,75,000 ആണ് അതിൻ്റെ എമൗണ്ട് ആയിട്ട് വരിക. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ് 2 ആയിട്ട് എഴുതാറുള്ളത്. 0 അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 0 എഴുതാം. അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആഡ് ചെയ്യാൻ നമുക്ക് 3,75,000 തന്നെ കിട്ടി. ഇനി നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ്. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 13,12,500 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടിയത്. 13,12,500 വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ എമൗണ്ടിനോട് കൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10% കണ്ടീജൻസി അലൗ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനോട് കൂടി 10% കണ്ടീജൻസി അലൗ ചെയ്യുക. അപ്പോൾ ആഡ് പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി. ഇപ്പം നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്ത് കണ്ടുപിടിച്ച എമൗണ്ട് ആയ 13,12,500ൻ്റെ 10% കാണുക. അപ്പോൾ എത്രയായിരിക്കും? 1,31,250 ആണ് നമുക്ക് പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി ആയിട്ട് കിട്ടുക. ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14,43,750 ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ എല്ലാ ഐറ്റംസും എഴുതുക. ഓരോന്നോരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എ മൈനസ് ബി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രൊവിഷൻ ഫോർ കണ്ടീജൻസിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് 14,43,750 കിട്ടി. അതിൻ്റെ അർത്ഥം ഒരു വർഷം ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് അവർക്ക് എത്ര രൂപ റിക്വയർമെൻ്റ് ഉണ്ട്? 14,43,750 റുപ്പീസിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു ട്രേഡിംഗ് കൺസേണിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ഒരുവിധം ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാം. അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ആനുവൽ സെയിൽസ് 1,30 lakhs. Percentage of net profit 25%. Average credit period allowed to customers 8 weeks. Then average credit period allowed by supplier 4 weeks. Average stock holding period 8 weeks. 10% for contingency. നമ്മൾ രണ്ടാമത് ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എമൗണ്ടുകളും അതുപോലെ ഡ്യൂറേഷൻ ഹോൾഡിംഗ് പീരീഡിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതേ പാറ്റേണിലാണ് നമുക്ക് ചെയ്യാം. പ്രൊഫോമ വരയ്ക്കുക. 2 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലേഴ്സും എമൗണ്ടും. എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. അതിൽ 1 എന്താണ്? ക്യാഷ് ആണ്. ക്വസ്റ്റ്യനിൽ ക്യാഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 0 എഴുതിയാൽ മതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഡെപ്റ്റേഴ്സ് എഴുതുക. ഡെപ്റ്റേഴ്സ് എമൗണ്ട് എന്താണ്? എന്തിൻ്റെ മുകളിലാണ്? സെയിൽസിൻ്റെ മുകളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസ് എമൗണ്ട് എത്രയാണ്? 1,30 lakhs ആണുള്ളത്. പക്ഷെ അത് അതിൽ നിന്ന് ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കി അറ്റ് കോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 25% ആണ്. അപ്പോൾ അതിൻ്റെ 75% ആയിരിക്കും കോസ്റ്റ് വാല്യൂ. അതായത് 100-ലെ 25% എന്താണ്? പ്രോഫിറ്റ് ആണ്. ബാക്കിയുള്ള 75 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസിൻ്റെ എമൗണ്ടിൽ നിന്ന് ആ പ്രോഫിറ്റ് ഒഴിവാക്കണം. ബാക്കിയുള്ള 75% ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റു അവരുടെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്? 8 weeks ആണ്. 8/52. അപ്പോൾ 1,30 lakhs ഇൻറ്റു 75% ഇൻറ്റു 8/52. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 lakhs. നമുക്ക് അതിൻ്റെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് 15 lakhs ആയിട്ട് കിട്ടി. then അടുത്ത എന്താണ് നമ്മൾ എഴുതുക? സ്റ്റോക്കാണ് എഴുതേണ്ടത്. ഇവിടെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് സെപ്പറേറ്റ് തരാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ 2 പ്രോബ്ലത്തിലും ചെയ്ത പോലെ തന്നെ സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ തന്നെയാണ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ നടത്തുക. കാരണം നമുക്ക് വേറൊരു ഫിഗേഴ്സും ഇല്ല. പക്ഷേ സെയിൽസിൻ്റെ മുകളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഒഴിവാക്കണം? പ്രോഫിറ്റ് ഒഴിവാക്കി ബാക്കിയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഴുതാം 1,30 lakhs ഇൻറ്റു 75% ഇൻറ്റു സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അതും 8 weeks തന്നെയാണ്. 8/52. അപ്പോൾ സെയിം ഫിഗർ തന്നെ കിട്ടുക. 15 lakhs തന്നെ നമുക്ക് സ്റ്റോക്കിൻ്റെ എമൗണ്ട് കിട്ടി. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇഫ് എനി ഒന്നുമില്ല. അപ്പോൾ 0 ഇട്ടു. അത് രണ്ടും കൂടി അതായത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 lakhs ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? കറണ്ട് അസറ്റ്സ് എമൗണ്ട് ആയിട്ട് കിട്ടിയത്.
ദെൻ നമ്മൾ ബി എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് എഴുതി കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതി. ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? ക്രെഡിറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് ക്രെഡിറ്റേഴ്സിൽ നമ്മൾ വാങ്ങുന്നത് സ്റ്റോക്കാണ്, പക്ഷെ അതിൻ്റെ എമൗണ്ട് തരാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ സെയിൽസിൻ്റെ മുകളിലാണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. 1 crore 30 lakhs ഇൻറ്റു അതിന് അറ്റ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം 75% ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ആരാണ്? സപ്ലയേഴ്സ് ആണ്. അവർ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 4 weeks ആണ്. അപ്പോൾ 4/52. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,50,000 ആണ് നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടിയത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് എഴുതുക. ഒന്നും തരാത്തത് കൊണ്ട് 0 എന്ന് എഴുതുക. കറണ്ട് ലയബിലിറ്റി ടോട്ടൽ ചെയ്യുക 7,50,000 തന്നെ. ദെൻ നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. എ ആയ കറണ്ട് അസറ്റിൽ നിന്ന് ബി ആയ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 30 lakhs മൈനസ് 7,50,000. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എത്ര കിട്ടി? 22,50,000 ആണ് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി നമ്മൾ ആഡ് ചെയ്യണം. നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ കണ്ടീജൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളായിട്ടൊരു എമൗണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി എന്ന് പറയുക, എഴുതുക. അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 10% തന്നെയാണ്. ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 10% പ്രൊവിഷൻ ഫോർ കണ്ടീജൻസി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് 22,50,000 ആണ് ഇൻറ്റു 10%. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 2,25,000. അത് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് 24,75,000 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് ആണ് നമുക്ക് ആ ബിസിനസ് റൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ എന്തിനാ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ആക്ച്വൽ ഒരു കമ്പനിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എത്രയേ വരുള്ളൂ? 22,50,000 റിക്വയർമെൻറ്റേ വരുള്ളൂ. എന്നാലും നമുക്ക് പേടിയായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീജൻസിക്ക് വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. തന്നാൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എത്ര ഇതിൽ 10% ആയതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്യും? 24,75,000 നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻസ് വന്നാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.